വൈറ്റ് എഫിൻ്റെ റെഡ് ഫെയർ ബട്ടൺ അതല്ലെങ്കിൽ ഐഫോണിലെ മാക്രോ കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അതിനെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. ഇതെങ്ങനെയാണ്, ഇതെന്താ സംഭവം എന്നൊക്കെ കുറേ പേര് വണ്ടടിച്ചിരിപ്പുണ്ടാവും. അതല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലി റെഡ് വൈറ്റ് എഫിനെ പോലെ അടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് ശരിക്കും ഹാക്കാണോ എന്ന് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനൊക്കെ പറ്റിയിട്ടൊരു കംപ്ലീറ്റ് വീഡിയോ ആണ്. ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതല്ല ഇത് വർക്കാകുമോ, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ഇത് സ്കാം ആണോ അതോ ഇത് വർക്കാകുമോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ പിന്നെ ഞാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി, നിങ്ങൾക്ക് തന്നെ ഗെയിം കളിച്ച് നോക്കാമല്ലോ. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് തന്നെയാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. കാരണം കേരളത്തിൽ ഇതുവരെ ഇതിനെ പറ്റിയിട്ട് ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടാണ്. എന്താണ് റെഡ് ഫെയർ ബട്ടൺ ഇല്ലെങ്കിൽ എന്താണ് ഐഫോൺ മാക്രോ? നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഈ റെഡ് ഫെയർ ബട്ടനെ പറ്റിയിട്ട് കേട്ടതും കണ്ടു വെച്ചാൽ വൈറ്റ് എഫിൻ്റെ പേജിൽ നിന്നായിരിക്കും. വൈറ്റ് എഫ് നല്ല കിടിലം പോലെ ഈ റെഡ് ഫെയർ ബട്ടൺ വെച്ചിട്ട് ഹെഡ്ഷോട്ട് അടിക്കുന്ന വീഡിയോ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റെഡ് ഫെയർ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ കളിക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ റെഡ് ഫെയർ ബട്ടൻ്റെ റിയാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ബാൻ ആവുന്ന കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ പാടില്ലായിരിക്കും. അപ്പം എന്താണ് റെഡ് ഫെയർ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് ആക്സസിബിലിറ്റി വരുന്ന ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാനോ കാര്യങ്ങളോ ഒന്നും ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇത് വെച്ച് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകത്തില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ട് അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വൈറ്റ് എഫ് പോലെ കളിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്ക് ഫുൾ റെഡ് അടിക്കാൻ പറ്റും, എല്ലാം കയറിയില്ലെങ്കിലും കുറച്ച് മിസ്സായാലും എൻ്റെ കിടിലം പോലത്തെ ഫുൾ റെഡ് അടിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ കൂടുതൽ പേരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഫോണിലെ സെറ്റിങ്സ് ചെയ്ത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഫ്രീ ഫയറിലെ ഹെഡ് ഷോട്ട് ഒരിക്കലും ഇൻക്രീസ് ആവാൻ പോണില്ലെന്ന് 110% എനിക്ക് ഉറപ്പാണ്. അത് ഐഫോണിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഐഫോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിവൈസാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ 15 ആണ്. ഈ ഐഫോൺ 15ൻ്റെ അകത്ത് ഞാൻ റെഡ് ഫെയർ ബട്ടൺ യൂസ് ചെയ്തില്ലെങ്കിലും എനിക്ക് സെയിം ഗെയിമിലാണ്. ഇത് ഈ 15ൻ്റെ അകത്ത് റെഡ് ഫെയർ ബട്ടൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ എന്ത് സെറ്റിങ്സ് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും എനിക്ക് സെയിം രീതിയിലേ കളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ഈ 16ൻ്റെ അകത്ത് 60 FPS ആണ് കിട്ടുന്നത്. ഞാൻ എന്ത് സെറ്റിങ്സ് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് 60 FPS മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അതല്ലാണ്ട് എനിക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് അവിടെ കിട്ടുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചെങ്കിൽ. അപ്പോൾ ഈ റെഡ് ഫെയർ ബട്ടൺ എന്ന് പറയുന്ന സാധനം ഫേക്ക് അല്ലേ? പക്ഷേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാൻ പോകില്ല. നാളെ ദിവസം നിങ്ങൾക്ക് iOS-ൽ റെഡ് ഫെയർ ബട്ടൺ തരാം, മാക്രോ തരാം, ഇത് വെച്ച് ഇതേപോലെ അടിക്കാം, മലന്നിരുന്ന് അടിക്കാം, കുനിച്ച് നിർത്തി അടിക്കാം എന്നൊക്കെ പറഞ്ഞിടത്തും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ട് പാനലിന്നോ iOS-എന്നോ കമൻ്റ് ഇട്ട് സാധനം ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ വർക്കാവില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇത്രയും പൊട്ടന്മാരെ കണ്ടിട്ടുള്ളത് നമ്മുടെ കേരള കമ്മ്യൂണിറ്റിയിലാണ്. ഈ റെഡ് ഫെയർ ബട്ടൺ ഷോർട്ട് കട്ടിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞിട്ട് 2 വർഷത്തിന് മേളിലാണ്. ഇപ്പോഴും ഇതേ വെച്ചിട്ട് വ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് അതപ്പതിച്ചൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കേരള കമ്മ്യൂണിറ്റി. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഞാൻ പാനൽ കൊടുക്കുന്ന അത്ര വലിയ കാര്യം. ഞാൻ ഒരു കാര്യം പറയും, ഈ പാനൽ എന്ന് പറയുന്ന സാധനം ഈ ഗെയിമിനുള്ള കാലം തൊട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് കാര്യങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ അവർ പാനൽ യൂസ് ചെയ്ത് കളിക്കുന്നതല്ല, അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് വരെ എന്നെപ്പോലത്തെ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയത്തില്ലെന്നുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ അവർ ഫെയർ, ഞങ്ങൾ അൺഫെയർ. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ട് അവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്കൊരു ഹെയ്റ്റും അവർക്കൊരു ബിൽഡപ്പുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നമ്മളൊരു ടൈപ്പിലാണ് കാലത്തിലും പൊക്കോണ്ടിരിക്കുന്നത്. അത് ഏതൊരു ഗെയിമിലാണെങ്കിൽ പോലും. ഇനി നിങ്ങളുടെ ഫോണിൽ എങ്ങനെ റെഡ് ഫെയർ ബട്ടൺ സെറ്റ് ചെയ്യാന്ന് പറയാം. നിങ്ങൾ ആക്സസിബിലിറ്റി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഫെയർ ബട്ടൺ നിങ്ങളാ വിചാരിക്കുന്ന രീതി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫയർ ബട്ടൻ്റെ മേളിൽ നിങ്ങൾ ആ സാധനം കൊണ്ടുവച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ഫസ്റ്റ് ഡ്രാഗ് ആവും. എന്നിട്ട് പിന്നെ ആക്സസിബിലിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് പിന്നെ പോവാണ് അവിടെ ചെയ്യുക. അപ്പം നിങ്ങൾ ഈ പ്രോസസ്സ് ഞാൻ ഈ ചെയ്യുന്നത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഇതിനകത്ത് ന്യൂ ജസ്റ്ററിൻ്റെ അകത്ത് റെഡ് ഫെയർ ബട്ടൺ അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾ തന്നെ സേവ് ചെയ്തിടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സേവ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ജസ്റ്റ് ഈ ലോങ് പ്രസിൻ്റെ അകത്ത് നിന്നിട്ട് ഈ ഫ്രീ ഫയർ റെഡ് ഫെയർ ബട്ടൺ ആ പേര് നിങ്ങൾ ഏതാണോ വെച്ചത് അത് തന്നെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗെയിം എടുക്കുക. ഗെയിം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ആക്സിസ്റ്റീവ് ടച്ച് അത് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് കസ്റ്റം അത് കഴിഞ്ഞിട്ട് ഈ റെഡ് ഫെയർ ബട്ടൺ അത് ക്ലിക്ക് ചെയ്തിട്ട് അതേ സെയിം ആ വൈറ്റ് കളർ സാധനം ആക്സിസ്റ്റീവ് ടച്ച് അതേ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെഡ് ഫെയർ ബട്ടൺ അവിടെ സെറ്റ് ആയിട്ടുണ്ട്.
ഇപ്പൊ നിങ്ങൾക്ക് റെഡ് ഫെയർ ബട്ടൺ എങ്ങനെ വെക്കാമെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആര് പറയുന്നതും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഫെയർ ബട്ടൺ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റിയാലിറ്റി ഞാൻ വന്നിരുന്ന് പറയേണ്ട ഒരാവശ്യമില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളായിട്ട് തന്നെ ഗെയിം കളിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യേ ഇതായിരുന്നു റെഡ് ഫെയർ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്ര നാളും തപ്പിക്കൊണ്ടിരുന്ന സാധനം എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കുറേ എണ്ണം ചേർന്ന് ഇങ്ങനെ പട്ടിയാക്കി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യമാണ്. എനിക്ക് അതോർക്കും ഇപ്പോഴും ഇതാണ്. കാരണം മലയാളികൾ ഇത്ര മണ്ടന്മാരായി പോയല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. നിങ്ങൾക്ക് ഇപ്പോഴും പല കാര്യങ്ങളും അറിയത്തില്ല. ഞാൻ അടുത്ത വീഡിയോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ടിനെ പറ്റിയിട്ട് ചെയ്യാൻ ഓർത്തിട്ടായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടോ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കണ്ടന്റിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണം, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടന്റിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് ചെയ്യാനിരിക്കുന്നത് ഷോർട്ട് കട്ട്, അതിൻ്റെ സെൻസി, അതിൻ്റെ പാനൽ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.